ഹലോ ഡിയേഴ്സ്, ഇന്ന് നടന്ന കെമിസ്ട്രി എക്സാം എങ്ങനെയായിരുന്നു? അത് ഈസി ആയിരുന്നോ, ഡിഫിക്കൽട്ട് ആയിരുന്നോ എന്ന് എൻ്റെ വ്യൂ പോയിന്റ് ഞാൻ അതിനകത്ത് കാര്യങ്ങൾ പറയാം. അതിൽ പോകുന്നതിന് മുന്നേ ഞാൻ മറ്റൊരു കാര്യം പറയാം. അതിനകത്ത് ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കേസിൽ നമ്മളൊരു പോൾ ഒപ്പീനിയൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ഈ ഒരു ഡാറ്റ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനകത്ത് 100-ൽ 2 ആളുകൾക്ക് അത് എളുപ്പമായിട്ടുള്ളൂ. 100-ൽ 8 ആളുകൾ എടുക്കുകയാണ് ഒരു മീഡിയം ഈസി ലെവലിൽ വരുന്നത്. ബാക്കി 91% പേർക്കും അത് ഡിഫിക്കൽട്ടാന്ന് പറയുമ്പം അതിനകത്ത് പിന്നെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ അതിനകത്ത് ഡിഫിക്കൽട്ട് ആയിരുന്നോ ഈസി ആയിരുന്നോ ചോദിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. അത് ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. സോ എന്തുകൊണ്ടായിരിക്കും ആ ഒരു ഡിഫിക്കൽട്ടി അതിനകത്ത് വരാൻ കാരണം? അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പം ഇതിനകത്ത് വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ ഡിഫിക്കൽട്ട് മോഡൽ എക്സാം വളരെ ഈസി ആയിരുന്നു ഫിസിക്സിൻ്റെ കേസിലൊക്കെ. മോഡൽ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു പബ്ലിക് എക്സാമിനേക്കാളും ഈസി ആയിരുന്ന ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് പെട്ടെന്ന് മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു മോഡലാകണ്ടേ, അത് പബ്ലിക് എക്സാം അങ്ങോട്ട് ടഫായി എന്നുള്ളതാണ്. മാത്രമല്ല സ്റ്റുഡൻസിന് ഇതിനിടയിൽ പഠിക്കാൻ ഒരു ഗ്യാപ്പ് പോലും പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് അവർ തിയറിയിലോട്ട് പോയി. +2 എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് കൺസെപ്റ്റുകൾ. മാത്സും ഫിസിക്സും ഒക്കെ ആണെങ്കിൽ അതിനകത്ത് കൺസെപ്റ്റുകളുടെ ഒരു പെരുമഴ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ അത്യാവശ്യം, പിന്നെ ഇപ്പോഴത്തെ ബാച്ച് എന്ന് പറയുന്നത് കൊറോണയുടെ ആ ഒരു സമയത്ത് ബേസിക് 8, 9, 10 ഒക്കെ ആയിരുന്ന സ്റ്റുഡൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് അവരുടെ ബേസിക് ലെവൽ അങ്ങനെ സ്ട്രോങ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവർക്കിപ്പോൾ ബേസൊക്കെ മനസ്സിലാക്കി കൃത്യമായി പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. പലർക്കും ആവറേജ് സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങൾ പലതും മറന്നുപോകും. അങ്ങനെ അതുമാത്രമല്ല എക്സാമുകൾ അടുത്ത് എക്സാമിനിടയിൽ വളരെ, ഇപ്പം ബയോളജിക്കാണെങ്കിൽ അതിനകത്ത് 1 ദിവസമാണ് കിട്ടിയത്, കെമിസ്ട്രിക്കാണെങ്കിൽ 2 ദിവസം. ഇതിനകത്ത് എല്ലാം പഠിച്ചു പോയി അവരെല്ലാവരും അവരുടെ ആ ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് അവർക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണമെന്ന രീതിയിലാണ് പഠിക്കുന്നത്. സോ 14 വർഷം സ്കൂളിൽ പോയിൻ്റ് ആ ഒരു റിസൾട്ടാണ് അവസാനം ഈ ഒരു +2 മാർക്കിനകത്ത് വരുന്നത്. ഇങ്ങനെ ഈ ഒരു ടഫ്നെസ് കൊടുക്കുകയാണെങ്കിൽ ഇത് ഡിഫിക്കൽട്ട് ആകുമെന്ന് ആദ്യമേ എന്ത് ചെയ്യാമായിരുന്നു, അറിയിക്കാമായിരുന്നു. ഓണം എക്സാം ആ രീതിയിൽ നടത്താമായിരുന്നു, മോഡൽ എക്സാം ആ രീതിയിൽ നടത്താമായിരുന്നു, ക്രിസ്മസ് എക്സാം ആ രീതിയിൽ നടത്താമായിരുന്നു. അപ്പം കുട്ടികൾ ആ രീതിയിൽ അഡാപ്റ്റായി വന്ന് അവർക്ക് പബ്ലിക് എക്സാം പോകുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇത് അവസാനം അവരങ്ങ് എല്ലാം ഈസിയാന്ന് പറഞ്ഞിട്ട് ഈസി വന്നിട്ട് ദെൻ അവസാനം അങ്ങ് ഡിഫിക്കൽട്ടായപ്പോൾ എനിവേ ക്രിസ്മസ് ചെറിയ രീതിയിൽ ഡിഫിക്കൽട്ട് ആയിരുന്നെങ്കിൽ പോലും മോഡൽ എക്സാം ആ രീതിയിൽ ഡിഫിക്കൽട്ട് ആകുമെന്ന് മോഡൽ എക്സാമിൻ്റെ ആ ഒരു സമയത്തെങ്കിലും പറഞ്ഞ് അധ്യാപകർക്കൊക്കെ ആ ഒരു രീതിയിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു. പിന്നെ എക്സാമിനിടയിൽ ഈ ഒരു രീതിയിൽ ഗ്യാപ്പ് കുറച്ചെങ്കിലും അവർക്ക് റിവൈസ് ചെയ്യാനെങ്കിലും ഒരു സമയം കിട്ടണ്ടേ. പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞ് പിന്നെ ഉടനെ അങ്ങോട്ടേക്ക് എക്സാമിലോട്ടല്ലേ പോയത്. ദെൻ അതുമാത്രമല്ല, ഇനിയിപ്പോൾ അത് പോട്ടെ, ഇതിനകത്ത് ഇപ്പം എല്ലാം കൂടി അടുത്തടുത്ത് വന്നിരിക്കുന്ന ഈ ഒരു മാസം ഇനി കണ്ടിന്യൂസ് 1 മന്ത് അവർക്ക് എക്സാമിൻ്റെ ആ ഒരു ടൈമാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ടേ അവർക്ക്, കാരണം ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വളരെ ഈസി ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ അതായിരിക്കുമല്ലോ സ്റ്റുഡൻസ് പലപ്പോഴും അതിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയല്ല, ഈ വർഷം തൊട്ട് ഇങ്ങനെ ആയിരിക്കുമെന്ന് മുന്നേ പറഞ്ഞ് ആ രീതിയിൽ കുട്ടികൾ ട്രെയിൻ ചെയ്തിരുന്നെങ്കിൽ ഇത്രത്തോളം ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയാൻ പലരും പറയില്ലായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഞാൻ പറയുന്നത്. സോ അതിനകത്ത് ആ രീതിയിൽ പിന്നെ മാർച്ചിലെ ചൂട്, ഇനി കണ്ടിന്യൂസ് ഇപ്പം ഇമ്പ്രൂവ്മെൻറ്റ് കൂടി അവർക്ക് ഇനി എഴുതാനുണ്ട്, അതിന് പഠിക്കേണ്ടവർക്ക് അതിൻ്റെ സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളും, അങ്ങനെ മൊത്തത്തിൽ കുട്ടികളെ ഒന്ന് കൺസിഡർ ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് ആദ്യമേ പറയുവാനുള്ളത്. സോ നമുക്ക് ഇനി എക്സാമിൻ്റെ കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ ഇതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അത്യാവശ്യം NCERT പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരാൾക്കാണ് ഇതിനകത്ത് ആൻസർ ചെയ്യാൻ സാധിക്കുക. കാരണം ഒരു ഡിസൊല്യൂഷൻ എന്താണ്, ΔH നെഗറ്റീവാണ്, എക്സോതെർമിക് ആണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അതിനകത്ത് NCERT എൻട്രീസ് ലോയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. അതായത് എൻട്രീസ് ലോയുടെ സൊല്യൂബിലിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്നൊക്കെ പറയുമ്പോൾ, അപ്പം അത് എക്സോതെർമിക് റിയാക്ഷൻ്റെ കേസിലാണ് അങ്ങനെ. അപ്പം ΔH നെഗറ്റീവാണ് എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുക. പിന്നെ ഇതിനകത്ത് ഇത് നമ്മൾ പക്ഷേ PYQs വന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടല്ല, പക്ഷേ നമ്മുടെ അറീനിയസ് ഇക്വേഷനുമായി ബന്ധപ്പെട്ടൊക്കെ PYQs വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരു മീഡിയം ലെവലുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ ഈ ഒരു 1 മാർക്കിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴേ 1 മാർക്ക് എപ്പോഴും നമുക്ക് എങ്ങനെയാണ് വരിക എന്ന് predict ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 മാർക്ക് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആയിരുന്നോ ഈസി ആയിരുന്നോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇത് യൂഷ്വൽ ടൈപ്പ് ഓർഗാനിക്കിൽ ചോദിക്കുന്നതാണ്. ഇത് സിറ്റർ അയോൺ എന്ന് പറഞ്ഞാൽ ബയോളജിയിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുന്നതാണ്. PYQs ഒക്കെ വന്നതാണ് സിറ്റർ അയോൺ. പിന്നെ ബ്രോൺസ്, ബ്രാസ് എന്ന് പറഞ്ഞാൽ കോപ്പർ, എന്തായാലും ചെമ്പിലും പിച്ചളയിലൊക്കെ എന്തുണ്ട്, കോപ്പർ ഉണ്ട് എന്ന് അറിയുന്നതാണ്. കോപ്പർ ഒരു ട്രാൻസിഷൻ മെറ്റലാണ്. അപ്പം അതും നമുക്ക് ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു 1 മാർക്ക് കാറ്റഗറിയിൽ അതൊരു മീഡിയം ലെവലായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യനും ഒരു ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം NCERT വായിക്കുന്ന ഒരു കുട്ടി ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരാൾക്കും എന്തായാലും ഒരു 3 എങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു 1 മാർക്ക്. പക്ഷേ
പണ്ട് ചോദിച്ച പോലെ PYQs ഇതിനകത്ത് വന്നു, ഞാൻ പറയാം PYQs. ഇത് പക്ഷേ ഞാൻ ഇതിനകത്ത് ഡിഫിക്കൽട്ട് എന്ന് പറയില്ല, ഇതൊരു PYQ ടൈപ്പ് തന്നെയാണ്. കാരണം എപ്പോഴും ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ ഇതൊരു ഡിഫിക്കൽട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആയിരുന്നു. കാരണം പലരും ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ വിചാരിച്ചിട്ടായിരിക്കും പോയിണ്ടാവുക. പക്ഷേ ഇത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചത്. അപ്പം അതിനകത്ത് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ ആനോഡ് ആ ഒരു കാര്യം എഴുതേണ്ടി വരും. കാരണം കാഥോഡ് അവിടെ കോപ്പർ ആകുമ്പോൾ ആനോഡ് ഹൈഡ്രജൻ ആയിട്ട് വന്നിട്ട് അത് എഴുതേണ്ടി വരും. അപ്പോൾ അത് പലർക്കും അത് അങ്ങനെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ പക്ഷേ PYQ കേട്ടോ. രണ്ടാമത്തേലോട്ട് പോകുമ്പോൾ ഇതും പക്ഷേ നമ്മൾ ആ ഒരു കെമിക്കൽ കൈനറ്റിക്സിൽ ഭയങ്കര ഈസി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്യൂഡോ ഓർഡർ, ദെൻ എന്താ പറയുക ഓർഡർ, മോളിക്കുലാരിറ്റി, എൻ്റെ ഡിഫറൻസ് അങ്ങനെയൊക്കെയല്ലേ പഠിക്കുക. പക്ഷേ ഇതും അതിനകത്ത് PYQ വന്നതാണ്, പഠിക്കേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിനകത്ത് നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ടെണ്ണം അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഈ ഒരു ടൈപ്പ് NCERT ഒക്കെ വായിച്ചവർക്ക് കിട്ടുള്ളൂ. അത്യാവശ്യം ഇപ്പോൾ ആവറേജ് ലെവൽ തന്നെയാണ്, ഒരു ടഫ്നെസ് ഉണ്ട് അതിനകത്ത് എന്ന് പറഞ്ഞാൽ NCERT വായിക്കണം. പിന്നെ ഇതും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് മാത്രം നോക്കി പോയത് ചിലപ്പോൾ ഇതൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. കാരണം ഇത് NCERT പഠിച്ച് ചാപ്റ്റർ NCERT വായിച്ചവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒരു എബോ ആവറേജ് നിൽക്കുന്ന ക്വസ്റ്റ്യനുകൾ തന്നെയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ PYQ ആണ്. പക്ഷേ PYQ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് PYQ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന കാറ്റഗറി അല്ല, സ്റ്റിൽ അത് PYQ മുമ്പ് വന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ PYQ ചെയ്തവരാണെങ്കിൽ അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനുകളാണ്. PYQs നമ്മൾ ഇതിനകത്ത് വന്ന ഇതെല്ലാം PYQs ആണ്. പിന്നെ ഇത് പലപ്പോഴും പലരെയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാം. സോ ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ 2 മാർക്ക് കാറ്റഗറിയിൽ നോക്കുമ്പോൾ അതിനകത്ത് PYQs കുറച്ച് വന്നിട്ടുണ്ട്. പക്ഷേ എളുപ്പമുള്ള നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന PYQs ആയിരുന്നില്ല. പിന്നെ ഗബ്രിയേൽ താലിമൈഡിൻ്റെ കേസിൽ ഗബ്രിയേൽ താലിമൈഡ് നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ N6 വരും. 6ന് പകരം അവിടെ ഈ ചെയിൻ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ 6ൻ്റെ പകരം ആ ഒരു ചെയിൻ എഴുതേണ്ട ഒരു ചെറിയ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. ഡയറക്റ്റ് ഗബ്രിയേൽ താലിമൈഡ് അല്ല. പക്ഷേ അതിനകത്ത് എന്നിരുന്നാലും അത് ഒരു ആവറേജ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വലിയ ഡിഫിക്കൽറ്റി പറയാൻ പറ്റില്ല. ഇപ്പോൾ അതിനകത്ത് എന്നോട് ഒപ്പീനിയൻ എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയനെ അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഒരു അത്യാവശ്യം പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലെവലിൽ നിന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തപ്പോൾ സൊല്യൂഷൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു എക്സാമ്പിൾ തരും, എന്നിട്ട് അത് പോസിറ്റീവ് ആണോ എന്തുകൊണ്ടും ചോദിക്കും. അതുപോലെ തന്നെ നോൺ ഐഡിയലിൻ്റെ ഗ്രാഫ് എപ്പോഴും ചോദിക്കാൻ ഉണ്ടാവാറുണ്ടെന്നുള്ളത്. ഇത് പിന്നെ ഡെപ്ത് നിന്ന് പലപ്പോഴും ന്യൂമറിക്കലും കൂടി ആയപ്പോൾ അതിനകത്ത് പലർക്കും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവണമെന്നില്ല. പിന്നെ ഇതിനകത്ത് ഇതൊരു സിമ്പിൾ ടൈപ്പ് തന്നെയാണ്, പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. ഇത് കുറച്ചുകൂടി ഒരു ഹയർ ലെവലാണ്. കാരണം ആ ഒരു NCERT വായിച്ച സ്റ്റുഡൻറ്റിനാണ് ഇതിനകത്ത് ആൻസർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതൊരു PYQ കേട്ടോ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈപ്പൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നീട് ഇതിനകത്ത് ലാൻഡോയിഡ് കൺട്രാക്ഷൻ, ഇത് പിന്നെ യൂഷ്വൽ ടൈപ്പാണ്. PYQ എപ്പോഴും നമ്മൾ പഠിക്കണമെന്ന് നമ്മൾ ഡി ബ്ലോക്ക് ജില്ലകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഈ ഒരു കാറ്റഗറിയിൽ വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട ക്വസ്റ്റ്യനുകളാണ്. VB തിയറി, ഇത് തിയറിയാണ്, നിങ്ങൾ പഠിക്കേണ്ടതായിരുന്നു. വാലൻസ് ബോണ്ട് തിയറി, അതിൻ്റെ ലിമിറ്റേഷൻ ചോദിക്കാറുണ്ട്. പിന്നെ ഇതും PYQs വന്ന കാറ്റഗറി ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയാണ്. നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ട, നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെ തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. നമ്മളത് നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൽ പല ക്വസ്റ്റ്യനുകളും. ദെൻ പിന്നീട് ഈ ഒരു ക്വസ്റ്റ്യനും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് PYQ ആണ്. പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന PYQ കാറ്റഗറി അല്ല. പക്ഷേ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന PYQ കേട്ടോ. നമ്മൾ മസ്റ്റായിട്ടും പഠിച്ചു വെക്കേണ്ട കാറ്റഗറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും PYQs ഒരുപാട് തവണ നമ്മൾ ബയോമോളിക്യൂൾസിൽ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. സോ ഇതിനകത്ത് പിന്നെ വാൻഡോ ഫാക്ടർ അതും മുമ്പ് വന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ സൊല്യൂഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തെല്ലാം ഇതും കോൾറാഷ്യസ് ലോ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടതാണ്. പക്ഷേ ഇത് പിന്നെ കുറച്ച് നമ്മൾ ചിന്തിക്കേണ്ട ലെവലിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാൾക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം. അതിനകത്ത് SN1 മെക്കാനിസം ഏതാണ്, ആ ഇതിൻ്റെ കാര്യങ്ങൾ അറിയുന്ന ഒരാൾക്ക് ഇതും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതും നമ്മൾ അത്ര ഈസി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് PYQ ആണ്, സിമ്പിളായിട്ട് പഠിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് PYQs ഒരു 30-35 ലെവലിലോട്ട് അവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത PYQs ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഹയർ ലെവലിലോട്ട് പോകുമ്പം അത്യാവശ്യം കൺസെപ്റ്റ് അറിഞ്ഞ് NCERT പഠിച്ച് വന്ന ഒരു സ്റ്റുഡൻറ്റിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. അപ്പോൾ അവസാനം പഠിക്കാൻ തുടങ്ങിയവർക്ക് അല്ലെങ്കിൽ അവർക്ക് പല രീതിയിലും അതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ടാണ് എന്നുള്ളതാണ്. കാരണം PYQs വന്നതൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന PYQs അല്ല. വളരെ ഈസി ആയിട്ടുള്ള PYQs വളരെ കുറച്ച്, ഇപ്പോൾ പറഞ്ഞാൽ HVZ അങ്ങനെയൊക്കെയുള്ള കുറച്ച് വന്നിട്ടുള്ളൂ. അപ്പം എക്സാമിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ അതെന്താണ് ഡിഫിക്കൽട്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ മുകളിലോട്ട് ഫുൾ മാർക്കൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ വളരെയധികം അവർക്ക് നന്നായിട്ട് തന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇനി അങ്ങോട്ട് ഫുൾ മാർക്കൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ. അതുപോലെ A+ ആണെങ്കിലും ഒക്കെ നല്ല ഹാർഡ് വർക്ക് എഫേർട്ട് ഇടേണ്ടതുണ്ട് എന്നാണ്
അപ്പോൾ പാസ് മാർക്കിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ കുറച്ച് ഇടുന്നുണ്ട്. ബാക്കി ഡിഫിക്കൽട്ടാണ്, സ്റ്റാൻഡേർഡാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ മാത്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, അവസാനം പഠിച്ചു തുടങ്ങിയവരാണെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ഇമ്പോർട്ടൻറ്റ് പഠിക്കാനേ സമയമുള്ളൂ. അല്ലാണ്ട് ഇനിയിപ്പോൾ ഓരോ ചാപ്റ്റർ എങ്ങനെ പഠിക്കാൻ പറ്റും? അവസാനം പഠിക്കാൻ തുടങ്ങിയവരാണെങ്കിൽ, അല്ല റിവൈസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ NCERTയിലെ ക്വസ്റ്റ്യനുകളും ഒക്കെ ചെയ്ത് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നുള്ളതാണ്. അപ്പം അതൊക്കെയാണ്. എന്തായാലും അടിപൊളിയായിട്ട് പഠിക്കത്തൊന്നും ആലോചിച്ചിരിക്കേണ്ട. നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ ഇനി പഠിക്കാൻ മാത്സ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.